വിൻഡോയിൽ ഗണേഷിനെ കൂടി ഇടുക. ഗണേഷ്, ഇപ്പോൾ ഗവർണർ ഇറങ്ങിയ ശേഷം വിദ്യാർത്ഥികളോട് ആട്ടുന്ന രൂപത്തിലാണ്, അദ്ദേഹം ഹിന്ദിയിലാണ് ഹട്ട് ഹട്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആട്ടുന്ന രൂപത്തിലാണ് സംസാരിക്കുന്നത്. ഇതൊരു ഗവർണർക്ക് ചേരുന്ന ഭാഷയാണോ? നേരത്തെ തെമ്മാടിക്കൂട്ടം എന്ന് വിളിച്ചിട്ടുണ്ട്. നേരത്തെയും കണ്ണൂരിനെ അപമാനിച്ചുകൊണ്ടുള്ള പ്രതികരണം ഗവർണറിൽ നിന്ന് വന്നിട്ടുണ്ട്. ഒരു ഗവർണറുടെ ഭാഗത്തു നിന്ന് വരേണ്ട ഒരു സമീപനമാണോ ഇത്? രാജ്യത്തെവിടെയും ഈ തരത്തിൽ സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഈ രൂപത്തിൽ പ്രതികരിക്കുന്ന ഒരു ഗവർണറെ കണ്ടിട്ടില്ല. അല്ല, അത് എന്താ പറയുക, ഗവർണറുടെ നടപടി വളരെ കറക്റ്റ് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആട്ടി ഇറക്കുക തന്നെ വേണം ഇവരെ. കാരണം കേരളത്തിലെ എന്തിനു വേണ്ടിയിട്ടാണ് SFIക്കാർ ഗവർണർക്കെതിരെ സമരം ചെയ്യുന്നത്? എന്താ SFIക്കാർക്കെതിരെ സമരം ചെയ്യാനുള്ള കാരണം എന്താ? മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്ന ആരോപണം കൊണ്ടാണോ? ഇന്ന് ആരോപണമല്ല, ഇന്ന് അത് അന്വേഷണം. അല്ല, ഇനി മറിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി SFIയുടെ സമരം ചാൻസലർക്കെതിരെയാണ്. എന്തായിരുന്നു കാരണം? എന്താണ് കേരള യൂണിവേഴ്സിറ്റികളിലേക്ക് സെനറ്റിലേക്ക് ബിജെപിക്കാരെ തിരികെ കയറ്റുന്നു? സർവകലാശാലകളിൽ എന്താ ബിജെപിക്കാർക്ക് അവിടെ പ്രവേശനം നിഷേധിക്കപ്പെട്ട സ്ഥലം? യോഗ്യതയില്ലാത്തവരാണ് എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന ആരോപണം. യോഗ്യത മാനദണ്ഡങ്ങൾ പരിശോധിക്കുമ്പോൾ യോഗ്യത കൂടിയവർ അവിടെ നിൽക്കുമ്പോഴാണ് ഇവർക്ക് അവിടെ പ്രവേശനം ലഭിക്കുന്നത്. താങ്കൾ പറഞ്ഞോളൂ. അല്ല, അത് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ തെളിയിക്കട്ടെ. കോടതിയിലല്ലേ? കോടതി ബാക്കി എല്ലാവരും ശരിവെച്ചല്ലോ. സിൻഡിക്കേറ്റിലേക്കുള്ള ഇലക്ഷനിൽ അവരുടെ വോട്ടർ ലിസ്റ്റിൽ വന്നല്ലോ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സെനറ്റ് മെമ്പർമാരായിട്ടുള്ള ആളുകളൊക്കെ വോട്ടർ ലിസ്റ്റിൽ വന്നല്ലോ. അപ്പോൾ ഞാൻ അത് അവർ ഉന്നയിക്കുന്ന ആരോപണമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് എന്തിനു വേണ്ടിയിട്ടാണ് സമരം ചെയ്യുന്നത് എന്ന് പറ്റുന്നില്ല. ഗവർണർ അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർ ഓടിപ്പോവുകയാണ്. അവർ പറയട്ടെ, അവരുടെ ആവശ്യം പറയട്ടെ. ഗവർണർ അവർ വെല്ലുവിളിച്ചല്ലോ. കോഴിക്കോട് കാല് കുത്തിക്കില്ല, യൂണിവേഴ്സിറ്റിയിൽ കാല് കുത്തിക്കില്ല, എല്ലാ സ്ഥലത്തും ഗവർണർ അങ്ങോട്ട് ചെല്ലുകയാണ്. നിങ്ങൾ പറ, എന്താ കാര്യം? എന്നാൽ ഒരു കാര്യവുമില്ല. അപ്പോൾ ഇവരുടെ പ്രശ്നം എന്താ സ്മൃതി? ഇവരുടെ പ്രശ്നം ഇവരുടെ കുത്തകയായിരുന്നു കേരളത്തിലെ സർവകലാശാലകൾ. ഇവർക്ക് പിൻവാതിൽ വഴി നിയമനം നടത്തുന്നതിന് വേണ്ടിയും വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയും വ്യാജ ഡിഗ്രികളും വ്യാജ ബിരുദാനന്തര ബിരുദങ്ങളും ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാക്കിയിട്ട്, ഒരു പാർട്ടി സെന്റർ ആക്കിയിട്ട് സർവകലാശാലകളെ കൊണ്ടു നടക്കുകയായിരുന്നു കേരളത്തിലെ എല്ലാ കാലഘട്ടത്തിലും. ഇവർ പറയുന്നത് അനുസരിച്ച് കൊള്ളണം എന്ന്, അല്ലെങ്കിൽ ചാൻസലർ ഇവരുടെ വഴങ്ങിക്കൊടുക്കണം എന്ന രീതിയായിരുന്നു. ആ രീതി ആരിഫ് മുഹമ്മദ് ഖാന്റെ അടുത്ത് പറ്റില്ല. അദ്ദേഹം ചാൻസലർ എന്ന നിലയിൽ ചില നടപടികൾ അവിടെ സ്വീകരിച്ചു. ചില വിഷയങ്ങളിൽ അദ്ദേഹം ഇടപെട്ടു. ആ വിഷയം കേരളത്തിലെ സമൂഹത്തിന് ബോധ്യമുണ്ട്. കാരണം SFIയുടെ തെറ്റുകൾ എല്ലാ കാലഘട്ടത്തിലും തെറ്റിന് കൂടെ നിൽക്കുന്ന പ്രസ്ഥാനമാണ്. താങ്കൾ പറയുന്ന ഭാഗികമായി ശരിയാണ്. ഈ ഭരിക്കുന്നവരുടെ പ്രതിനിധികൾ അല്ലെങ്കിൽ ഭരിക്കുന്നവർക്ക് താല്പര്യമുള്ളവർ സെനറ്റിലേക്ക് കടന്നു കയറാറുണ്ട് എന്നുള്ള കാര്യം ശരി. അതിൽ യോഗ്യത ഉള്ളവരെ പരിശോധിക്കാൻ ഒരുപക്ഷെ ഗവർണർക്ക് സാധിക്കുമായിരിക്കും. പക്ഷേ ഗവർണർ എന്താണ് ചെയ്യുന്നത്? ഗവർണർക്ക് ഒരു പ്രത്യേക ലിസ്റ്റ് ലഭിക്കുന്നു. അത് മുഴുവൻ BJP പ്രതിനിധികളാണ്. അവിടെയാണ് ഗവർണർ രാഷ്ട്രീയം കളിക്കുന്നു എന്ന സംശയം ഉയരുന്നത്. അതിനെ നിങ്ങൾ ന്യായീകരിക്കുന്നത് BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഗവർണർ എന്ന നിലയ്ക്കാണ്. ആൾക്കാരുണ്ട്, കോൺഗ്രസ്സുകാരായിട്ടുള്ള ആൾക്കാരുണ്ട്, ലീഗുകാരായിട്ടുള്ള ആൾക്കാരുണ്ട്. ആരാ പറഞ്ഞത് BJP ഓഫീസിനാണ് കൊടുത്തെന്ന്? അങ്ങനെയല്ല. നിങ്ങൾ പരിശോധിച്ചു നോക്കൂ ആരൊക്കെ ഉണ്ടെന്നതിൽ. എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും ഉണ്ട്. ആരാ പറഞ്ഞത്? പറഞ്ഞല്ലോ, തെറ്റിദ്ധാരണകൾ നിങ്ങൾ ഉണ്ടാക്കുകയാണ്. ആരാണ് കൂടുതൽ? അല്ല, ഞാൻ ചോദിക്കുന്ന അല്ല, SFIക്കാരെ മാത്രം എടുക്കണോ? SFIക്കാർ കൊടുത്തു. SFIക്കാർ ഗവർണർക്ക് ലിസ്റ്റ് കൊടുത്തു. ആരൊക്കെയായിരുന്നു അതിലുണ്ടായിരുന്നത്? ആരൊക്കെയുള്ളത്? വയനാട്ടിലെ DYFIക്കാരൻ, കൈരളി ചാനലിലെ മാധ്യമപ്രവർത്തകൻ, മാധ്യമപ്രവർത്തകൻ, ഇങ്ങനെ ഒരു ലിസ്റ്റ് ഗവർണർ കൊടുത്തു. ഗവർണർക്ക് സർക്കാർ കൊടുത്തു. സർക്കാർ കൊടുത്ത ലിസ്റ്റിലുള്ള പറഞ്ഞത് ഞാൻ. കൈരളി ചാനലിലെ മാധ്യമപ്രവർത്തകരും അതേപോലെ തന്നെ ദേശാഭിമാനിയിലെ മാധ്യമപ്രവർത്തകരും എന്താ മറ്റു പത്രങ്ങളിൽ വന്ന ആളുകൾക്ക് വരാൻ സാധിക്കുകയില്ലേ? അങ്ങനെ വരട്ടെ, എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും വരട്ടെന്ന്. ഇവരുടെ കുത്തകയാക്കിയിട്ട് ഇവർക്ക് പിൻവാതിൽ വഴി നിയമനം നടത്തുന്നതിന് വേണ്ടിയിട്ടും പരീക്ഷ എഴുതാതെ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു സർവകലാശാലയെ കൊണ്ടു നടക്കാമെന്ന് ഇവർ കരുതി. ശരി, നമുക്ക് ആ വിഷയത്തിലേക്ക് വിശദമായി പോകാൻ പറ്റില്ല ഗണേഷ്. എനിക്കറിയേണ്ടത്, ഈ സമരം ചെയ്യുന്നവർ, കരിങ്കൊടി സമരമാകട്ടെ മറ്റെന്ത് പ്രതിഷേധമാകട്ടെ, സമരം ചെയ്യുന്നവരെ ഗവർണർ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു രീതി കേരളത്തിലല്ല, രാജ്യത്ത് എവിടെയും കണ്ടിട്ടില്ല. ആ രീതി ശരിവെക്കുന്നുണ്ടോ BJP എന്നുള്ളതാണ് അറിയേണ്ടത്. ഞാൻ കണ്ടു. ഞാൻ അദ്ദേഹത്തെ മാധ്യമ എന്താ പറയുക ചാനലുകളിലൂടെയൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ കാര്യങ്ങളൊക്കെ കണ്ടു.
എനിക്കെവിടെയും മനസ്സിലായില്ല അദ്ദേഹം നേരിട്ട് കൈകാര്യം ചെയ്യുന്ന രീതി. അദ്ദേഹം ഒരു എന്താ പറയുക, അദ്ദേഹം പോലീസിനോടാണ്, അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കുന്ന ഉദ്യോഗസ്ഥരോടാണ് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കാൻ പറയുന്നത്. അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വന്ന സമയത്തും അദ്ദേഹം പറഞ്ഞതാണ്, അവിടുത്തെ ഉദ്യോഗസ്ഥരോടാണ് അദ്ദേഹം ചോദിക്കുന്നത്. അല്ലാതെ SFIക്കാരോട് സമരം ചെയ്തോളാൻ അദ്ദേഹം ആവണത്ര പറഞ്ഞു. നിങ്ങൾ സമരം ചെയ്തോ, നിങ്ങൾ അദ്ദേഹത്തെ കാണുമ്പോൾ ഓടി ഒളിക്കേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത്. ഇന്നും നമ്മൾ കണ്ടു നിലമേലിൽ നടത്തുന്ന സമരം കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും കടന്നുപോയെന്നാണ് പറയുന്നത്. ഓടണമെന്ന് അല്ല, സമരം ചെയ്യാൻ വരുന്ന ആൾക്കാരോട് ഓടാൻ പറഞ്ഞാൽ ഓടുകയാണോ ചെയ്യുക? ഗവർണർ അങ്ങനെ പറയാമോ എന്നുള്ളതാണോ ചോദ്യം. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, മുഖ്യമന്ത്രിക്കും തനിക്കും രണ്ട് നീതിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന്, ഇതാണ് ഗവർണർ ആവർത്തിച്ചു പറയുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.